കൈലാസ് കോട്ട. ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താണ് അടുത്തുള്ളൊരു കോട്ട കാണാൻ വേണ്ടി പോയി. നമ്മൾ രാവിലെ പോകണമെന്നൊക്കെ ഓർത്തത്, പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു. നമ്മളത് ഇവിടുന്ന് ഇതൊരു ഫോറസ്റ്റ് വഴിയിലൂടെയാണ് നമ്മൾ ആ കോട്ടയിലേക്ക് പോകുന്നത്. ഞാനും മുകേഷ് സാറും അതേ സാറും ഞങ്ങൾ 3 പേരുമാണ് അങ്ങോട്ട് പോകേണ്ടി വരുന്നത്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വലിയൊരു നദിയാണ്. ഇത് നദി കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ നദിയിൽ ശരിക്കും പറഞ്ഞാൽ പാലം ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ മഴയത്ത് അത് മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. നമ്മളവിടെ ഒരു വിധത്തിലാണ് ഇങ്ങോട്ട് ചാടിക്കടന്നത്. കൈ പിടിച്ചിട്ട് അവസാനം ഒരു വിധത്തിൽ വലിഞ്ഞ് കയറുകയത്. ആക്ച്വലി ഇത് വലിയൊരു കോട്ടയാണെന്ന് നമ്മൾ നേരത്തെ നമുക്കറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര വലിയൊരു കോട്ടയാണ്. 1136 അടി മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഫുള്ള് കാണണമെന്ന് ഓർത്താണ് വന്നത്. അപ്പോഴത്തേക്കുമാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മേളിലേക്ക് കയറിയിടുന്നത് അവിടെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, ഇപ്പോൾ പുലിയെ കണ്ടവരുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മുകളിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കോട്ട കണ്ട് ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ട്. കാരണം ഇത് നിർമ്മിച്ചത് 9-ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. മുഗൾ രാജാക്കന്മാരും ചാലൂക്യർ തുടങ്ങി ഒരുപാട് രാജാക്കന്മാരിവിടെ ഭരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. അത് നമുക്ക് ഭയങ്കര രസമാണ് ഇതിനകത്ത് കയറാനായിട്ട്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ കുറേ വഴികളുണ്ട്. ഇത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം എടുക്കാൻ വേണ്ടി ഇങ്ങ് കയറണം, ഒരുപാട് മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് പീരങ്കികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് മാറ്റി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട്, ഇപ്പോൾ താഴെ കിടന്നൊരു പീരങ്കി കണ്ടില്ലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരോണ്ട് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ അത് അവിടെ കിടന്നിട്ട് അവരത് ഗവൺമെൻറ് അവിടെ അടിച്ചുറപ്പിച്ചു. പിന്നെ അതുപോലെ ഇതിനകത്ത് ഇവിടുന്ന് കുറേ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കൊത്തുപണികൾ, അപ്പോൾ അത് ആ കാലത്ത് അവരെങ്ങനെയത് റെഡിയാക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഇത് നന്നായിട്ട് സൂക്ഷിക്കുന്നൊന്നുമില്ല. അവർ ചുമ്മാ ഇങ്ങനെ ഇത് കാട് കയറി പിടിച്ച് അങ്ങ് നശിച്ചു പോയേക്കുക. നമ്മളിതാണ്ട് ഇവിടം വരെ വന്നുള്ളൂ. ഇവിടം വരെ വന്ന് മേളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ എനിക്കും നമ്മുടെ കൂടെയുള്ള 2 സാറന്മാർക്ക് ഒരു ധൈര്യം പോരായിരുന്നു. പുലി ഇറങ്ങുന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നേരെ താഴെ കാണുന്നതാണ് അവിടുത്തെ ഗ്രാമം എന്ന് പറയുന്നത്. പിന്നെ ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. നമ്മുടെ ഈ കോട്ടയുള്ളത് തെലങ്കാനയിലെ കാമാരെഡ്ഡി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നായിട്ട് ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് ജോലിയാകും. അത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉറപ്പായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.